ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കംപ്രഷൻ മെമ്പേഴ്സിൻ്റെ IS 456 പറയുന്ന കുറച്ച് പ്രൊവിഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടി നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് IS 456 പേജ് 41 ആൻഡ് പേജ് 42 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പേജുകളായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച സ്ലാബ്, ബീം, ടി ബീം, ഇതിൻ്റെ എല്ലാം കോഡൽ പ്രൊവിഷൻസിൻ്റെയും ക്ലോസിൻ്റെയും പേജസ് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എപ്പോഴൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പരിചിതമാണോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കോഡ് എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾ റെഫർ ചെയ്തിട്ട് അതിലെ ക്ലോസസൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ച് നോക്കി ഫെമിലറൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് വളരെ സിമ്പിളാവാൻ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോഡൽ പ്രൊവിഷൻസ് ആയിട്ട് നിങ്ങളൊന്ന് ഫെമിലറൈസ് ആവുക എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കംപ്രഷൻ മെമ്പേഴ്സിൻ്റെ കോഡൽ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യേണ്ട പേജസ് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് പേജ് 41 ആൻഡ് പേജ് 42. ഇറ്റ് ഈസ് ക്ലോസ് 25. ക്ലോസ് 25 കംപ്രഷൻ മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഡെഫിനീഷൻ 25.1 പറയുന്നത് ഡെഫിനീഷനാണ്. ദാറ്റ് ഈസ് 25.1.1 പറയുന്നത് കോളം ഓർ സ്ട്രട്ട് ഈസ് എ കംപ്രഷൻ മെമ്പർ ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് വിച്ച് എക്സീഡ്സ് 3 times ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ കോളത്തിനെയും സ്ട്രറ്റിനെയും IS 456 ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് എ കംപ്രഷൻ മെമ്പർ. അതിലെന്താണ്, ഒരു കംപ്രഷൻ മെമ്പറാണ്. കംപ്രസീവ് ഫോഴ്സ് വരുന്ന, കംപ്രസീവ് സ്ട്രെസ് വരുന്ന ഒരു മെമ്പറാണ്. ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് വിച്ച് എക്സീഡ്സ്, അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വിച്ച് എക്സീഡ്സ് ദ 3 times ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ആ കോളത്തിൻ്റെ ലാറ്ററൽ, ഏറ്റവും ചെറിയ ലാറ്ററൽ ഡയമെൻഷൻ്റെ 3 times, 3 ഇരട്ടി എക്സീഡ് ചെയ്യുന്നതാണ് എന്ത്, എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്രഷൻ മെമ്പറിന് പറയുന്ന പേരാണെന്ത്, കോളം ഓർ സ്ട്രറ്റ്. ഇന്നലെ നമ്മൾ വളരെ വിശദമായിട്ട് എൻ്റെ കോളത്തിൻ്റെ സ്ട്രറ്റിൻ്റെയും ഡെഫിനേഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഷോർട്ട് ആൻഡ് സ്ലെൻഡർ കംപ്രഷൻ മെമ്പേഴ്സ്, ഷോർട്ട് കോളം അല്ലെങ്കിൽ സ്ലെൻഡർ കംപ്രഷൻ മെമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. A compression member may be considered as short when both the slenderness ratio, that is LEX by D and LEY by B, are less than 12. അപ്പോൾ രണ്ട് സ്ലെൻഡർനെസ്, ബോത്ത് ആക്സിസിൽ അബൌട്ട് ആയിട്ടുള്ള സ്ലെൻഡർനെസ് റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ 12 ആണെങ്കിൽ അങ്ങനത്തെ കംപ്രഷൻ മെമ്പറിന് നമുക്ക് എന്ത് പറയാം, വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ഷോർട്ട് കംപ്രഷൻ മെമ്പർ എന്ന് പറയാം. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 12 ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എന്ത്, സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ എന്ന് പറയാം. LEX എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു മേജർ ആക്സിസ്, D എന്ന് പറഞ്ഞാൽ ഡെപ്ത് വിത്ത് റെസ്പെക്ട് ടു മേജർ ആക്സിസ്, LEY എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ഇൻ റെസ്പെക്ട് ടു മൈനർ ആക്സിസ്, B എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദി മെമ്പർ. ഇറ്റ് ഷോൾ ബി അതർവൈസ് കൺസിഡേർഡ് ആസ് സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ. ഇതല്ലാത്ത കേസിൽ, ലെസ് ദാൻ 12 അല്ലാത്ത കേസിൽ നമുക്ക് എന്താ പറയാം, വി ക്യാൻ സേ ഇറ്റ് ആസ് സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ എന്ന് പറയാം. ഇനി 25.1.3 പറയുന്നത് അൺസപ്പോർട്ടഡ് ലെങ്ത്തിനെ കുറിച്ചാണ്. The unsupported length of a compression member shall be taken as the clear distance between the restraints. Restraints തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസ് ആണ് എന്തെടുക്കാറുള്ളത്, അൺസപ്പോർട്ടഡ് ലെങ്ത് എടുക്കുന്നത്. എക്സെപ്റ്റ് ദാറ്റ്, ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ഫ്ലാറ്റ് സ്ലാബ് കേസസ് ഉണ്ട്, ബീം ആൻഡ് സ്ലാബ് കൺസ്ട്രക്ഷൻ കേസസ് ഉണ്ട്, അതുപോലെ തന്നെ കോളം റിസ്ട്രെയിൻ ലാറ്ററലി ബൈ സ്ട്രട്ട് കേസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 കേസസ് പറയുന്നത് എക്സെപ്ഷണൽ കേസസ് ആയിട്ട്. ഫ്ലാറ്റ് സ്ലാബിൻ്റെ കേസിൽ ഇറ്റ് ഷാൾ ബി ദി ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫ്ലോർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റി ഓഫ് ദി ക്യാപിറ്റൽ
the drop panel or panel whichever is least. Beam and slabൻ്റെ കേസ് ആണെങ്കിൽ ഇറ്റ് ഷാൾ ബി ദി ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫ്ലോർ ആൻഡ് ദി അണ്ടർ സൈഡ് ഓഫ് ദി ഷാലോവർ ബീം ഫ്രെയിമിംഗ് ഇൻ ടു ദി കോളം ഇൻ ഈച്ച് ഡയറക്ഷൻ അറ്റ് ദി നെക്സ്റ്റ് ഹയർ ഫ്ലോ ലെവൽ. ഇനി ഈ കോളം റിസ്ട്രെയിൻഡ് ബൈ ലാറ്ററൽ സ്ട്രെറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ഷാൾ ബി ദി ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കോൺസിക്യൂട്ടീവ് സ്ട്രെറ്റ്സ് ഇൻ ഈച്ച് വെർട്ടിക്കൽ പ്ലെയിൻ പ്രൊവൈഡഡ് ദാറ്റ് to be an adequate support to such struts shall meet the columns at approximately the same level and angle between vertical planes through the struts shall not vary more than 30 degrees from a right angle. Such struts shall be of adequate dimension and shall have sufficient anchorage to restrain members against lateral deflection. In column restrained laterally by struts or beams, which brackets used at the junction, it shall be the clear distance between the floor and the lower edge of the bracket, provided that the bracket width equal to that of the beam strut and is at least half that of the column. അപ്പോൾ ഈ 4 എക്സെപ്ഷണൽ കേസാണുള്ളത്. ഈ 4 എക്സെപ്ഷണൽ കേസാണ് ഈ അൺസപ്പോർട്ടഡ് ലെങ്ത്തിന് വരുന്നത്. അൺസപ്പോർട്ടഡ് ലെങ്ത് നമ്മൾ എടുക്കുന്നത് ഇറ്റ് ഈസ് ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി റിസ്ട്രെയിൻസ്. ഇനി എഫക്റ്റീവ് ലെങ്ത് ആണ്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഫക്റ്റീവ് ലെങ്ത് ആണ്. അപ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് മോർ എക്സാക്ട് അനാലിസിസ് ഒന്നും ഇല്ലെങ്കിൽ the effective length of column may be obtained as described in the Annex E. Annex Eയിൽ എന്തുണ്ട്, എക്സാക്ട് അനാലിസിസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ റഫായിട്ട് എടുക്കുന്നത് ഫ്രം അനക്സ് ഇ എന്നാണ്. IS 456 അനക്സ് ഇ എന്നാണെന്ത് നമ്മൾ എൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നത്, എഫക്റ്റീവ് ലെങ്ത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി സ്ലെൻഡർനെസ് ലിമിറ്റ്സ് ഫോർ കോളമാണ്. ഇറ്റ് ഈസ് 25.3. 25.3.1 പറയുന്നത് ദ അൺസപ്പോർട്ടഡ് ലെങ്ത് ബിറ്റ്വീൻ റീസ്ട്രെയിൻസ് ഷാൾ നോട്ട് എക്സീഡ് 60 times ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് എ കോളം. അപ്പോൾ സ്ലെൻഡർനെസ് മാക്സിമം എത്രയേ പാടുള്ളൂ, അൺസപ്പോർട്ടഡ് ലെങ്ത്ത് it should not exceed the 60 times the least lateral dimensionൻ്റെ 60 times എന്ത് ചെയ്യാൻ പാടില്ല, അൺസപ്പോർട്ടഡ് ലെങ്ത്ത് കൂടാൻ പാടില്ല. അപ്പോൾ മാക്സിമം സ്ലെൻഡർനെസ് 60 times the least lateral dimensionേ ആവാൻ പാടുള്ളൂ. If in any given plane one end of an column is unrestrained, its unsupported length L shall not exceed 100 b square by d. ഒന്ന് അൺറീസ്ട്രെയിൻഡ് ആണെങ്കിൽ, ഒരു എൻ്റെ അൺറീസ്ട്രെയിൻഡ് ആണെങ്കിൽ ഇതിൻ്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് പറഞ്ഞാൽ ഇറ്റ് ഷാൾ നോട്ട് എക്സീഡ് 100 b square by d ആണ്. റീസ്ട്രെയിൻഡ് കോളാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 60 times ദി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ്. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദി ക്രോസ് സെക്ഷൻ ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ദി ക്രോസ് സെക്ഷൻ മെഷേർഡ് ഇൻ പ്ലെയിൻ അണ്ടർ കൺസിഡറേഷൻ. ഇനി 25.4 പറയുന്നത് മിനിമം എക്സെൻട്രിസിറ്റി കുറിച്ചാണ്. എക്സെൻട്രിസിറ്റി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. സെൻറ്ററിൽ നിന്ന് എത്ര വിട്ടിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, അതിനാണ് എന്ത് പറയുന്നത്, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ആൾ കോളംസ് ഷാൾ ബി ഡിസൈൻ ഫോർ മിനിമം എക്സെൻട്രിസിറ്റി. അപ്പോൾ എല്ലാ കോളം നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിസൈൻ ഫോർ ദി മിനിമം എക്സെൻട്രിസിറ്റി. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദി അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദി കോളം ബൈ 50 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ബൈ 30. അപ്പോൾ മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അൺസപ്പോർട്ടഡ് ലെങ്ത് ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ബൈ 30 ആണ്. സബ്ജക്റ്റ് ടു എ മിനിമം ഓഫ് 20 mm. മിനിമം എന്ത് വേണം, ഒരു 20 mm എങ്കിലും എക്സെൻട്രിസിറ്റി വേണം. വേർ ബയാക്സിയൽ ബെൻഡിങ് ഈസ് കൺസിഡേർഡ്, ഇറ്റ് ഈസ് sufficient to ensure that eccentricity exceed the minimum about one axis at a time. ബയാക്സിയൽ ബെൻഡിങ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു എൻഷുർ ദി എക്സെൻട്രിസിറ്റി എക്സീഡ് ദി മിനിമം വാല്യൂ
about one axis at a time. ഇനി കംപ്രഷൻ മെമ്പേഴ്സിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുന്നത് ഇൻ പേജ് 70 ആണ്. ദാറ്റ് ഈസ് ക്ലോസ് 39 ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ കംപ്രഷൻ. അപ്പോൾ നിങ്ങൾ പേജ് 70 എടുക്കുക, ക്ലോസ് 39 എന്ത് ചെയ്യുക, ഈ ഒരു ക്ലോസസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വി ആർ ഡിസൈനിങ് ദി കോളംസ്. അസംഷൻസ് പറയുന്നത് ഇൻ അഡീഷൻ ടു ദി അസംഷൻസ് ഇൻ 38.1a നമ്മൾ ഫ്ലെക്ഷറിൻ്റെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഫ്ലെക്ഷർ പഠിച്ചിട്ടുണ്ട്. അതിലെ അസംഷൻസ് എ ടു ഇ 38.1 എ ടു ഇയിലെ അസംഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് പുറമേ ഉള്ള അസംഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് എ എന്നുള്ള പറഞ്ഞാൽ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഇൻ ആക്സിയൽ കംപ്രഷൻ ഈസ് ടേക്കൺ ആസ് 0.002. കോൺക്രീറ്റിൽ വരുന്ന ആക്സിയൽ കംപ്രഷൻ മാക്സിമം ആക്സിയൽ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.002 ആണ്. ഇനി ദ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ അറ്റ് ഹൈലി കംപ്രസ്ഡ് extreme fiber in concrete subjected to axial compression and bending, and when there is no tension on this section shall be 0.0035 minus 0.75 times the strain at least compressed extreme fiber. അപ്പോൾ ഈ രണ്ട് അസംഷനും കൂടി എന്ത് വരുന്നുണ്ട്, എക്സ്ട്രാ വരുന്നുണ്ട്, ഇൻ അഡീഷൻ ടു ദി 38.1 to 38.1e. ഇനി മിനിമം എക്സെൻട്രിസിറ്റീനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. 39.2 പറയുന്നത് ഓൾ ദി മെമ്പേഴ്സ് ഇൻ കംപ്രഷൻ മെമ്പേഴ്സ് ഷാൾ ബി ഡിസൈൻ ഫോർ ദി മിനിമം എക്സെൻട്രിസിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് 25.4. 25.4 നമ്മൾ മിനിമം എക്സെൻട്രിസിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിസൈൻ ദി മെമ്പേഴ്സ്. അപ്പോൾ കാൽക്കുലേറ്റഡ് എക്സെൻട്രിസിറ്റി ഈസ് ലാർജർ, the minimum eccentricity should be ignored. അപ്പോൾ കാൽക്കുലേറ്റർ എക്സെൻട്രിസിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ്, വി ഹാവ് ടു ഇഗ്നോർ ദി മിനിമം എക്സെൻട്രിസിറ്റി. ഇനി ഷോർട്ട് ആക്സിയലി ലോഡഡ് മെമ്പേഴ്സ് ഇൻ കംപ്രഷൻ. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഡിസൈൻ ചെയ്യാനുള്ളൂ. നമുക്ക് ആകെ ഡിസൈൻ ചെയ്യാനുള്ളത് ഷോർട്ട് ആക്സിയലി ലോഡഡ് മെമ്പേഴ്സിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാറുണ്ട്, ഒരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ ഈ ഒരു 39.3 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോബ്ലം ഒക്കെ നിങ്ങളുടെ സിലബസിൽ പറയുന്ന പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യും. The members shall be designed by considering the assumption given in 39.1 and the minimum eccentricity. When the minimum eccentricity as per 25.4 does not exceed 0.05 times the lateral dimension. Minimum eccentricity calculate ചെയ്തത് if it does not exceed 0.05 times the lateral dimension, member may be designed by the following equation. Member ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. PU ഈക്വൽ ടു എന്താണ്, 0.04 FCK പ്ലസ് FCK AC പ്ലസ് 0.67 FY AC. PU എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലോഡാണ്, അൾട്ടിമേറ്റ് ആക്സിയൽ ലോഡാണ്. FCK എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. AC എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് ആണ്. FY എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. AC എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ കോളംസ് ആണ്. ഇനി കംപ്രഷൻ മെമ്പേഴ്സ് വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ the strength of compression members with the helical reinforcement satisfying the requirement 39.4.1 shall be taken as 1.05 times the strength of similar members with the lateral ties. അപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ ലാറ്ററൽ ടൈസിലുള്ള മെമ്പേഴ്സിനേക്കാളും സ്ട്രെങ്ത് എന്തുണ്ട്, ഷുഡ് ഇൻക്രീസ്, it will be increased by 1.05 times. അപ്പോൾ ലാറ്ററൽ ടൈസുള്ള മെമ്പേഴ്സിനേക്കാളും സ്ട്രെങ്ത്ത് 1.05 ടൈംസ് സ്ട്രെങ്ത്ത് എന്തിന് കൂടുതലാണ്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിന് കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ അത് കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദി വോളിയം ഓഫ് കോർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 0.36 AS/AC -1 into FCK by FY, വേർ AS എന്ന് പറഞ്ഞാൽ
ക്രോസ് സെക്ഷണൽ ഗ്രോസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ കോളത്തിൻ്റെ ഗ്രോസ് ആണ്, ഗ്രോസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. എ സി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കോർ ആണ് ഓഫ് ദി ഹെലിക്കലി റീഇൻഫോഴ്സ്ഡ് കോളം മെഷേർഡ് ടു ദി ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഹെലിക്സ്. ആ കോറിൻ്റെ ഡയമീറ്റർ നമ്മൾ ഹെലിക്സിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററിലാണ് കൊടുക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. FY എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബട്ട് നോട്ട് എക്സീഡിങ്, ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 450 Nm/mm². അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഈ കോളത്തിൽ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് എന്ത് ചെയ്യും കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് മുതൽ ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ക്ലാസ് 25 ക്ലാസ് 39 അനെക്സ് ഇയും ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് കോളം ഡിസൈന് ആവശ്യമുള്ള കോഡൽ പ്രൊവിഷൻസ്. അപ്പോൾ ഈ കോഡൽ പ്രൊവിഷൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക, ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. ഡിസൈന് നമുക്ക് ആവശ്യമുള്ളത് 39.3 ആക്സിയലി ലോഡർ കംപ്രഷൻ മെമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ലാസ് 39.3 ഒന്ന് റെഫർ ചെയ്ത് ആ ഇക്വേഷൻസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. 39.3യും 39.4 കംപ്രഷൻ മെമ്പേഴ്സ് വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യും ഡിസൈൻ പ്രൊസീജിയർ പറയും, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസ് എന്ത് ചെയ്യും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാണ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.